അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരത്തിന് ഇത്രയും ക്ഷേത്രത്തിന് ഇത്രയും വലിയ ഒരു വീഥി, അതിന് പുറത്ത് അതിലേക്കുള്ള വഴികൾ, ഇതൊക്കെ ചുറ്റപ്പെടുത്തിയ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോഴാണ് തൃശ്ശൂർ നഗരം അതിൻ്റെ രൂപകൽപ്പന, അത് ആ ഒരു പർപ്പസ് ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം അതേപടി കൊണ്ടുപോകുന്നു എന്നുള്ള വലിയൊരു കാര്യം. ഇതിന് ഒരു കാടുകിട വ്യത്യാസം വന്നിട്ടില്ല, ഒരണുകിട മാറ്റം ഇത്ര കാലത്തിനിപ്പുറം തൃശ്ശൂർ നഗരത്തിനും വന്നിട്ടില്ല, അതിൻ്റെ ആചാരങ്ങൾക്കും വന്നിട്ടില്ല, അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്കും തന്നെ ആഘോഷങ്ങൾക്കും വന്നില്ല. അതൊക്കെ ഓരോ വർഷവും 10 മടങ്ങ് കൂടി വരികയാണ് അതിനോടുള്ള പിന്തുണ എന്നുകൂടി നമ്മൾ പറയുമ്പോഴാണ് തൃശ്ശൂരിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ തനിമയും അതിൻ്റെ ഗരിമയും ഒക്കെ കാലങ്ങൾക്കപ്പുറത്തും നിലനിൽക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നത്. രംഗത്തെ VS സുനിൽകുമാറിന് സംസാരിച്ച് അദ്ദേഹം പറയുന്നതാണ് ഒരു കാര്യമുണ്ട്. തൃശ്ശൂർ ഒരു മഹാനഗരമാണ്, പക്ഷേ അതിൻ്റെ മനസ്സ് ഗ്രാമീണമാണ് എന്നുള്ളത്. അതായത് ഒരു ഗ്രാമീണ രീതിയിലുള്ള ആഘോഷങ്ങൾ, അത് വേലയാവട്ടെ, ദേശങ്ങളിലുള്ള വരവാവട്ടെ, അതേപോലെയുള്ള കുമ്മാട്ടികളാവട്ടെ, പുലികൾ, ഇതൊക്കെ ഒരു നാട്ടിൻ പുറത്താണ് നമ്മൾ സാധാരണഗതിയിൽ ആഘോഷങ്ങൾ കാണുന്നത്. അവിടെയാണ് ഒരു മഹാനഗരത്തിൻ്റെ മധ്യത്തിൽ ഈ ആഘോഷങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തി ഈ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് മതി മറ്റു കാര്യങ്ങളെന്ന് പറയുന്ന തരത്തിലേക്ക് സാധിക്കണം. അപ്പോൾ ഒരു ഗ്രാമീണ മനസ്സുള്ള മഹാനഗരമാണ് തൃശ്ശൂരെന്ന് സുനിൽകുമാർ പറയുന്നതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വലുതാണെന്ന് നമുക്ക് ഇവിടെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും പറയാൻ കഴിയും. ഇന്നത്തെ ദിവസം തൃശ്ശൂരിലെ ഇടങ്ങളെല്ലാം ദേശം എന്നാണ് അറിയപ്പെടുന്നത്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണല്ലേ, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മഹിമ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച. ദേശപ്പുലികളാണ്, ദേശക്കുമ്മാട്ടി, ദേശപ്പുലികൾ എന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഓരോ ദേശങ്ങൾക്ക് അവരുടേതായ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന പുലികളുണ്ട്, അവരുടെ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന ടാബ്ലോകളുണ്ട്. ഈ അടുത്ത വർഷം ഈ ഒരു സമയം വരേക്കും ഈ ഒരു വർഷത്തെ പുലികളിയുടെ ആ ഒരു ആവേശം നിലനിർത്തി അടുത്ത തവണ ഇതിലും ഗംഭീരമാക്കുന്നത് എങ്ങനെയെന്ന ആലോചനയിലായിരിക്കും ഇവരൊക്കെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഭാഗത്തുള്ള പിന്തുണ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നഗരസഭ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ ഒക്കെ വലിയ പിന്തുണ, അത് വലിയ ഊർജ്ജമാണ്. അതിന് 15-20 ലക്ഷം രൂപ ചെലവ് വരുന്ന സ്ഥാനത്ത് അവരൊക്കെ തന്നെ കയ്യും മെയ്യും മറന്ന് ഇതിന് നിൽക്കുന്നത് അവർക്ക് ഒരു പിന്തുണ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആ പുലികളി മുൻ വർഷങ്ങളെക്കാൾ വർണ്ണാഭമാകുന്നതിന്റെ കാരണവും അവർക്ക് ഇതുവരെ കിട്ടാത്തത്ര ഒരു പിന്തുണ ഇത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ തൃശ്ശൂർ മാത്രമല്ല, ഇതിന്റെ ഭാഗമായി അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിന് പുറത്തായിക്കോട്ടെ മറ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ, അതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ ഒരു വരുമാന മാർഗമാണ്. അതിനപ്പുറത്തേക്ക് വലിയ കലാകാരന്മാരെ സംബന്ധിച്ച് അവരുടെ ഉപജീവനത്തിന്റെ ഒരു ഘടകം കൂടിയാണ്. കാരണം അവർക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത മാസങ്ങളോളം ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഇതിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നതാണ് അവരെ സംബന്ധിച്ച് ഇതിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ആർക്കും കുടുംബം നോക്കാനും വരുമാനമൊന്നുമില്ലാതെ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ അത് ഈ ഒരു കലാമേഖലയെ, ഈ ഒരു കലാരൂപത്തെ നിലനിർത്തുന്നതിൽ വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു പ്ലോട്ട് കൂടി കടന്നു വരികയാണ് കാമുകദേശത്തിൻ്റെ. അത് വ്യാളിയും പുണ്യാളനും ഒക്കെയാണോ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഓരോ തരത്തിലുള്ള രൂപങ്ങൾ എങ്ങനെ വിശദീകരിക്കണമെന്നറിയില്ല. വ്യാളിയുടെ വായിലേക്ക് കുന്തം കൊണ്ട് കുത്തുന്ന പുണ്യാളനാണ് എന്നാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. കുതിരപ്പുറത്ത് ഉയർന്ന പുണ്യാളൻ വ്യാളിയെ കുത്തി വീഴ്ത്തുന്നു. പുറകിലെ മാലാഖമാരൊക്കെ ഉണ്ട്. എത്ര ദിവസത്തെ അവരുടെ അധ്വാനമാണല്ലേ അനുമോദ, എത്ര ഉറക്കങ്ങളാണ് ഇവർക്ക് ഇത് നഷ്ടമായത്. ടൈഗർ ഫിഷ് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചില്ലേ, നമ്മളത് എന്ത് രസമായിട്ട് അവരത് എത്ര വലിയ ഒരു രൂപമാണ്. അത് എത്ര ദിവസത്തെ, എത്ര മാസത്തെ അവരുടെ ഉറക്കമായിരിക്കും. രാവും പകലും ഇല്ലാതെ ചെലവ് വരുന്ന ഇതിനൊക്കെയാണ്. പുലികളി എന്ന് വെച്ചാൽ ഈ പുലികളുടെ ചൂട് മാത്രമല്ല, അതിനൊപ്പമുള്ള ടാബ്ലോയും ഘോഷയാത്രയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അടുത്ത തവണ ഇത് അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അടുത്ത തവണ വേറൊരു തീമായിട്ടായിരിക്കും. ഓരോ തീമായിരിക്കും. നമുക്ക് എത്ര മനോഹരമാണത്. അതുപോലെ തന്നെ എത്ര ദിവസത്തെ അധ്വാനം ഒക്കെ ആയിരിക്കും. ഇതിന്റെ പുറത്തിരിക്കുന്ന ആൾ എത്ര നേരം അതുപോലെ ഇരിക്കണം. പുറകെ നിൽക്കുന്ന മാലാക്കുട്ടികളെ അതേപോലെ നിൽക്കുകയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമൊന്നുമല്ല. നമ്മളിപ്പോ 5-10 മിനിറ്റ് മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ച് മണിക്കൂറുകളാണ് അതിന്റെ മുകളിലിരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. അതും അനങ്ങാതെ നിൽക്കണം. അത് എളുപ്പമല്ല.
ഇവിടെ എത്തുന്ന തോന്നുന്നത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു കാര്യം, കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കാണുന്ന ഒക്കെ കൗതുകമാണല്ലോ. പക്ഷെ ഇവിടെ കാണുന്ന കാഴ്ചകളിൽ ഏതായിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം പതിഞ്ഞിരിക്കുക എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ടാബ്ലോ ഒക്കെ ലഹരി വിരുദ്ധ സന്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഒരു മനോഹരമായൊരു രൂപമൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ചിന്ത അത് വരികയാണെങ്കിൽ അത് വലിയ തോതിൽ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ ഈ ഒരു ടാബ്ലോയിഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ച് കാണുന്നതെല്ലാം അവർക്ക് വലിയ തോതിൽ അവരെ സ്വാധീനിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും. കാരണം ഉയർന്ന ആർപ്പുകൾക്കിടയിലൂടെ ടാബ്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വെളിയന്നൂർ ദേശത്തിൻ്റെതാണ് ഇനി വരുന്നത്. അത് നമ്മൾ നിൽക്കുന്നതിന്റെ തടുവലാലിന്റെ ഇടതുവശത്തൂടെ കടന്നു വരുന്നത് വെളിയന്നൂർ ദേശമാണ്. അവരുടെ സമയമാണ് അടുത്തതായിട്ടുള്ളത്. വെളിയന്നൂർ ദേശമാണെന്നാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞാൽ മാറാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. വെളിയന്നൂർ ദേശമാണ് ഈ സമയത്ത് നാലാമത്തെ ദേശത്തിൻ്റെതാണ്. ഇത് 4ാമത്തെ ദേശമാണ് ഇതുവഴി കടന്നു വരുന്നത്. ആകെ 9 ദേശക്കാരാണുള്ളത്. അവർക്ക് നിശ്ചയിച്ച സമയക്രമത്തിനനുസരിച്ച് അവര് നടുവിലാലിലൂടെ നിശ്ചയിച്ച ഇടങ്ങളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചക്കാമുക്ക ദേശത്തിന്റെ ടാബ്ലോയാണ് കടന്നു വരുന്നത്. ഓരോ ടാബ്ലോയും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ തീം വെച്ച് ഓരോ ഐഡിയ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ ടാബ്ലോ ആണ്. ഈ ടാബ്ലോയുടെ തീമൊക്കെയാണ് ഇവർ ഇത്ര നാളും സസ്പെൻസ് ആക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം 9 ദേശങ്ങളുണ്ട്, 9 പുലിമടകളുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നും വ്യത്യസ്തമാവണം, ഓരോന്നും ഹൈലൈറ്റ് ആവണം. ഏതാണോ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റു മടയിൽ നിന്ന് സൂപ്പറാണ്, കിടുവാണ് എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടായിരുന്നു ഇത്ര നാളും ഓരോ ദേശവും. അതുകൊണ്ട് തന്നെ ഈ ടാബ്ലോന്റെ ഐഡിയയും തീമും ഒക്കെ ഇവരിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതോ സസ്പെൻസ് ഒക്കെയാണ് ഇപ്പോഴിതാ ഈ ശക്തന്റെ മണ്ണിൽ ഇവിടെ പൊളിയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കാമുക്ക ദേശത്തിൻ്റെതാണ്. തൊട്ടു പിന്നാലെ മറ്റൊരു ദേശക്കാരിങ്ങനെ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ 9 ദേശത്തിന്റെ ടാബ്ലോകൾ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത്രമേൽ തിരക്കുള്ള ഒരു നഗരമായി, ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. വർണ്ണാഭമായ കാഴ്ചകൾ, നിറയെ പുലികളെ കാണാം. ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കുറേ പുലിക്കൂട്ടങ്ങളെ നമുക്ക് കാണാം. അവരുടെ ഭംഗിയുള്ള നൃത്ത ചുവടുകൾ കാണാം. താളത്തിനനുസരിച്ച്, മേളത്തിനനുസരിച്ച് ഓരോ ചുവടും വയ്ക്കുന്ന പുലികളെ നമുക്ക് കാണാൻ സാധിക്കും. പുലികൾക്കിടയിൽ കൂടെയുള്ള സിംഹങ്ങളെ കാണാൻ സാധിക്കും. അത്രമേൽ ഭംഗിയുള്ള കാഴ്ച, കണ്ണിന് ഇമ്പം നൽകുന്ന കാഴ്ച, കുളിർമയുള്ള കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചക്കാമുക്ക് ദേശത്തിന്റെ ടാബ്ലോ ആണ് കാണുന്നത്. തൊട്ട് മുൻപ് ചക്കാമുക്ക് ദേശത്തിന്റെ ടാബ്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യന്തോൾ ദേശത്തിന്റെ അടക്കമുള്ള നിരവധി ടാബ്ലോകൾ കടന്നു പോയിട്ടുണ്ട്. ഓരോ ടാബ്ലോയും ഓരോ കഥ പറയുകയാണ് എന്ന് തോന്നിപ്പോകും വിധം ലഹരിയുടെ സന്ദേശം അടക്കം നൽകുന്ന ടാബ്ലോകൾ നമ്മൾ കണ്ടു. ഈ ആധുനിക കാലത്ത് ഈ കാലത്ത് ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന ലഹരിയുടെ ടാബ്ലോ അടക്കം നമ്മൾ കണ്ടതാണ്. ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള ഒരു LP സ്കൂളിലെ കുട്ടികൾ നൽകുന്ന സന്ദേശം ടാബ്ലോ ആയി അവതരിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു വലിയ സന്ദേശം കൂടി നൽകുകയാണ് തൃശ്ശൂർ, ഈ ശക്തന്റെ മണ്ണ്. ഇവിടുത്തെ ആളുകൾക്ക് അത്രമേൽ ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന കുറെ കാഴ്ചയുണ്ട്. ഒരേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഈ കാഴ്ച കാണാൻ, ഈ ഭംഗി കൂടാൻ അവരുടെ ഒരു പൂരം തന്നെയാണ്. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് തൃശ്ശൂരുകാരുടെ 2ാമത്തെ പൂരം അത് തന്നെയാണ് ഈ പുലിക്കളി. ആ പൂരം കാണാൻ, തൃശ്ശൂർ പുലിക്കളി പൂരം കാണാൻ ഇവിടെ എത്തിയ ആളുകളെയാണ് നമ്മൾ. ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ വടക്കാഞ്ചേരി. തൃശ്ശൂരുകാരാണ്. തൃശ്ശൂർ ഇവിടെ വരാറുണ്ട്. അടിപൊളിയാണ്. ഏത് ദേശത്തിന്റെ കൂടെയാ? ഞങ്ങള് പ്രത്യേക ദേശത്തിന്റെ എല്ലാവരും എല്ലാ ദേശത്തും കാണും. എല്ലാവരും കാണും. അടിപൊളിയാണ്. ഏത് ഇപ്പൊ പോയതിൽ ഏത് ടേബിളോ ഇഷ്ടപ്പെട്ടെ? എല്ലാ ടേബിളും ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ബാക്കി കാണാൻ വേണ്ടി ഒന്നൊന്നിനൊന്ന് മെച്ചം. ഒന്നിനൊന്ന് മെച്ചം. ഏതാണ് നല്ലത് എന്ന് പോലും പറയാൻ സാധിക്കാത്ത വിധം ഇത് നമുക്ക് ഈ റോഡിന്റെ 2 വശങ്ങളിലും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാഴ്ച കാണാൻ. പുലികൾ
പുലികളെ കാണാൻ, കാടുവിട്ട് മടവിട്ടിറങ്ങിയ പുലികളെ കാണാൻ നമുക്ക് കാണാം. കുറെ അവര് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി. കുറെ പയ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവര് നമ്മളെ ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞാൻ കോടന്നൂരിന്ന്. ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ? തൃശ്ശൂരാണോ കോടന്നൂര്? ഞാൻ ഇത് കാണാൻ വേണ്ടി യുകെന്ന് വരുന്നതാണ്. യുകെന്ന് വരികയാണോ? അത് ശരി. അപ്പം ഈ പ്രവാസികളായ കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ഈ ഒരു പരിപാടി കാണാനായിട്ട്? കണ്ടമാനം ആൾക്കാർ. നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ പോയി ഒന്നും കാണാൻ പറ്റില്ലോ. ഈ പുലിക്കളി ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തല്ലേ കാണാൻ. ഓണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർകാർക്ക് പുലിക്കളിയാണോ? പുലിക്കളി, ഓണം, സദ്യ അല്ലാതൊക്കെ ഒന്നല്ല. എല്ലാം അടിപൊളിയാണ്. നാലാം ഓണം എന്ന് പറഞ്ഞാൽ തകർപ്പനാണ്. തൃശ്ശൂരിൽ നിന്ന് തകർക്കാണ് നമ്മൾ വരുന്നുണ്ട് ഇവിടെ. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് കാണാൻ വേണ്ടി തൃശ്ശൂരിലെ പരിപാടിയാണെന്ന് യുകെന്ന് വന്നിരിക്കുകയാണ്. അതാണ് അത്തരത്തിൽ പരിപാടികൾ കാണാൻ വേണ്ടി അന്യ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെത്തുക, അല്ലെങ്കിൽ നാട്ടിലാണ് തൃശ്ശൂരിന്റെ പൂരം, തൃശ്ശൂരിന്റെ പുലിക്കളി എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ വർണ്ണാഭമായി പുലിക്കളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.